13 വർഷത്തോളമായിട്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ സീക്രട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ഇപ്പൊ 3യുടെ സീക്രട്ടും അറിയാവുന്ന വളരെ ചുരുക്കം ചിലരിൽ ഒരാളായിരിക്കുമല്ലോ. ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആരോട് ഷെയർ ചെയ്യാനും പറ്റില്ല, എന്നാൽ ഒരു വലിയ കാര്യം അറിയുകയും ചെയ്യാം. അതിനെ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? ഷെയർ ചെയ്തില്ലേ കഴിഞ്ഞ 3യുടെ അല്ല 1ന്റെയും 2യിലൂടെയും കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്താണ്. ആ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ആ 1ന്റെയും 2യിലും സൂക്ഷിച്ച പോലെ ഒരു രഹസ്യമൊന്നും ഇവർക്ക് സൂക്ഷിക്കണ്ട. കാരണം എല്ലാവർക്കും അറിയാം, പോലീസിനറിയാം, നാട്ടുകാർക്കറിയാം എന്താണ് സംഭവിച്ചത്. തെളിവില്ലാത്തതുകൊണ്ടാണ് ഭാഗത്ത് പോകാത്തതെന്നും അറിയാം. അതാണ് അവസ്ഥ. അദ്ദേഹം ഉദ്ദേശം ഞാൻ പറയാം. ഈ 2യിലൊക്കെ ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെ 3യിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അത് റാണിക്ക് അങ്ങനെ രഹസ്യങ്ങൾ ഇപ്പൊ സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി രണ്ടാമത്തെ എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും പറയണ്ടേ? വളരെ സന്തോഷം. ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് മാറിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ May 21st റിലീസ് ആവുന്നതിൽ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ധമാക്ക. ആൻഡ് ഈ റാണിയുടെ ക്യാരക്ടർ ഹലോ, ഇത് ഓക്കെ ആണോ? അവർക്ക് ഇത്ര ശബ്ദമേ ഉള്ളൂ. അല്ല, ഐ എം വെരി ഹാപ്പി ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസായി മാറിയതിൽ. ആൻഡ് എൻ്റെ ക്യാരക്ടറും റാണിയുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായി മാറി. ഇത്ര ഒരു ഡെപ്തുള്ള ഒരു ക്യാരക്ടറായി മാറിയതിൽ വളരെ സന്തോഷം. പിന്നെ May 21st റിലീസ് ആവുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ധമാക്ക, റിലീസിങ് ദ biggest franchise Drishyam 3 on Lalitan's birthday. And Drishyam 3 ഞാൻ പറയാനുള്ളത് it's more of emotional play ആണ് between the two families. Anyway, എനിക്ക് ഇതിന് കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. I'm very very happy, very excited, and